ഞാൻ കഥ പറയട്ടെ. കഥയൊക്കെ പറഞ്ഞു. പക്ഷെ മോനറിയാലോ, എനിക്ക് പ്രാധാന്യമുള്ള സിനിമയെ ഞാൻ നിർണ്ണയിക്കും. അയ്യോ, നിങ്ങൾക്കാ പ്രാധാന്യം. നമ്മളെ പടത്തിന്റെ ടൈറ്റിൽ എന്താ? ഗൾഫിലെ അലിയൻ. ഈ ഗൾഫിലെ അലിയന്റെ ക്യാരക്ടറാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണോ? അതായത് ഈ ഗൾഫിലെ അലിയൻ ഭയങ്കര സമ്പന്നനാണ്. അവിടെ ഒരുപാട് ബിസിനസ് ഒക്കെ ദുബായിലൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ആളാണ്. അപ്പൊ അയാളുടെ, അതായത് അയാളുടെ ഭാര്യന്റെ ആങ്ങള, അതായത് അളിയനാണ് നാട്ടിലുള്ളത്. ആ നാട്ടിൽ ഒരു പണിയിലാണ് നടക്കുന്ന അളിയൻ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറേ പൈസ ഇയാൾ അയച്ചു കൊടുക്കും. എന്നിട്ട് അങ്ങനെ ഒരു ടൈലറിങ് യൂണിറ്റും ഒരു ഗാർമെന്റ്സ് ഷോപ്പും കൂടെ അയാൾ തുടങ്ങി അവിടെ. അത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അളിയനോട് ഇങ്ങനെ പറയും. അളിയൻ ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കും. ഞാൻ അവിടുന്ന് പൈസ അയച്ചു കൊടുക്കും. ഇവിടെ പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താ? ഇയാൾ ഈ പൈസയൊക്കെ എടുത്ത് അടിച്ചു പൊളിക്കുക, ദൂർത്തടിക്കുക, വെള്ളടിക്കുക, കമ്പനിക്കാരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. ഇതൊന്നും അളിയനെ അറിയുന്നില്ല. അളിയനിടയ്ക്ക് ഫോൺ ചെയ്യും. അപ്പോൾ ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് പോലെ ബിസിനസ്, കുറെ ഫോട്ടോസ് അങ്ങോട്ട് അയക്കും. എന്നിട്ട് ഇവരുടെ തരികട. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവർ പ്രതീക്ഷിക്കാണ്ട് ആ സ്ഥലത്തേക്ക് ഒരാൾ വരുന്നു. അത് നിങ്ങളല്ല, നിങ്ങൾ ഗൾഫിലല്ലേ, നിങ്ങൾ വരാനായിട്ടില്ല, ആയിട്ടില്ല. അപ്പോ ആ വരുന്നത് ഒരു പെൺകുട്ടിയാണ്. പിന്നെ ഈ പെൺകുട്ടീനെ ചുറ്റിപ്പറ്റി പെൺകുട്ടിക്ക് ഒരു കഥയുണ്ട്. പെൺകുട്ടി ഇവിടെ അഭയം തേടി വരികയാണ്. ഈ പെൺകുട്ടിക്ക് ഇവനോടൊരു പ്രേമം, ഇവന് പെൺകുട്ടിയോട് പ്രേമം. എന്നോട് അല്ല, നിങ്ങൾ ഗൾഫിലല്ലേ, ഗൾഫിൽ വന്നിട്ടില്ല, നാട്ടിലുള്ള അളിയൻ. അപ്പൊ എന്നിട്ട് അളിയൻ വിളിക്കുമ്പോ ബിസിനസ് നടക്കുന്നുണ്ടെന്ന് ഇങ്ങനെ ഫോണിൽ കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഈ ബിസിനസ് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ കൂടി ഇവരുടെ പ്രണയം വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ പോയി. അത് വേറെ ട്രാക്ക് പോയി. ഈ പെൺകുട്ടിക്ക് വേറെ ട്രാജഡി ഉണ്ട്, അതിന്റെ പിന്നാലെ പോയി അവരൊരു ട്രാപ്പിൽ പെടുന്നതും അവസാനം അവിടുന്ന് ഒരു രക്ഷയില്ലാണ്ട് അവരിവിടെ ആ പെൺകുട്ടീനെ ഉപേക്ഷിച്ച് തിരിച്ച് നാട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടുത്തെ ഫാക്ടറിയും ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം നശിച്ചിട്ടുണ്ടാവും. അങ്ങനെ തകർന്ന് നിൽക്കുന്ന ഒരു അളിയനിലാണ് നമ്മൾ കഥ. ഇതില് ഞാൻ ഇപ്പൊ വന്നേ, നിങ്ങൾ ഗൾഫിലല്ലേ? അല്ല, ഇപ്പൊ അവിടെ ഞാൻ എപ്പോഴാ വരുന്നത്? അല്ല, നിങ്ങള് വരൂല, നിങ്ങൾ ഗൾഫിലല്ലേ. കാരണം ഗൾഫിലെ അളിയൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഈ ക്യാരക്ടർ നിറഞ്ഞു നിൽക്കല്ലേ. നിങ്ങൾ ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ടിലാണ് വരുന്നത്. ഇത് സൂപ്പർ ഹിറ്റ് ആവുമല്ലോ, അപ്പൊ സെക്കൻഡ് പാർട്ട് എടുക്കും. അപ്പൊ ആ സെക്കൻഡ് പാർട്ടില് നിങ്ങളായിരിക്കും നായകൻ. സെക്കൻഡ് പാർട്ട് നായകൻ? നിങ്ങളൊരു ബുദ്ധിയുള്ള പ്രൊഡ്യൂസർ അല്ലേ. ഇങ്ങനത്തെ ബുദ്ധിയുള്ള പ്രൊഡ്യൂസർമാരാണ് നമുക്ക് വേണ്ടത്.